നമസ്കാരം, ഞാൻ വിവേക് കല്ലട. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ടോപ്പിക് കണ്ടു കാണും, ബോറോവ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ അല്ലെങ്കിൽ ബോറോവ്ഡ് ഐഡിയാസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അടുത്തിടെ വന്ന ഒരുപാട് മത്സര പരീക്ഷകളിൽ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സിമ്പിളായി ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്, അതായത് മറ്റൊരു ടോപ്പിക്ക് പഠിക്കുന്ന പോലെ അത്ര ഒരുപാട് ഡെപ്തിൽ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാർഗ് നിഷ്പ്രയാസം സ്കോർ ചെയ്യാൻ ഈ ടോപ്പിക്കിലൂടെ സാധിക്കും. മറ്റൊരു ടോപ്പിക്ക് പോലെ ഡെപ്ത് അല്ല, ഈ ടോപ്പിക്ക് സിമ്പിൾ ടോപ്പിക്കാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു ബോറോവ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ കടമെടുത്ത ആശയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബ്രിട്ടൻ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാദ്യം പറയുമ്പോഴും ആക്ടിനെ കുറിച്ച് വേണം നമ്മൾ പറയാൻ. ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യ നിയമം, നമ്മുടെ ബ്രിട്ടീഷ് പാർലമെൻറ്റ്, അതായത് ഇന്ത്യ ബ്രിട്ടൻ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യ നിയമം എന്ന് വെച്ചാൽ പറയുന്നത് ഫസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഫോർ ഇന്ത്യ. അപ്പം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അപ്പോൾ 1773 റെഗുലേറ്റിംഗ് ആക്ടാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ആദ്യ നിയമം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദ ലോങ്സ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് ഓഫ് ഇന്ത്യ, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ദൈർഘ്യമേറിയ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ ലാസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് ഫോർ ഇന്ത്യ, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാന നിയമം, ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാന നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് 1947. അപ്പോൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ആണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാന നിയമം. അപ്പോൾ ആദ്യ നിയമം 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ, ദൈർഘ്യമേറിയ നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അവസാന നിയമം 1947 ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ആണ്. അപ്പം ദൈർഘ്യമേറിയ നിയമമായ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടോടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മോസ്റ്റ് ഇൻഡപ്റ്റഡ് ഇൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നതും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും ഇന്ത്യൻ ഭരണ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ഒറ്റ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ ഭരണ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ PSC. ഓക്കെ, സെക്കൻഡ് വൺ എമർജൻസി. അപ്പം ഒന്ന് PSC മീൻസ് പബ്ലിക് സർവീസ് കമ്മീഷൻ, രണ്ട് എമർജൻസി അടിയന്തരാവസ്ഥ. അപ്പം നമ്മുടെ മനസ്സിലേക്ക് മറ്റൊരു സംശയം വരും, അത് മറ്റെവിടുന്നോ ആണോ കടമെടുത്തത്? ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഓർത്തിരിക്കുക, PSC 2 എമർജൻസി, 3 ഓഫീസ് ഓഫ് ഗവർണർ. PSC എമർജൻസി ഓഫീസ് ഓഫ് ഗവർണർ. നെക്സ്റ്റ് ഫെഡറൽ കോടതി എന്ന ആശയം. ഈ ഫെഡറൽ കോടതിയാണ് പിന്നീട് എന്തായി മാറിയത്? സുപ്രീം കോടതിയായി മാറിയത് എന്ന് 1950 ജനുവരി 28. ഓക്കെ, നെക്സ്റ്റ് ജുഡീഷ്യറി നീതിന്യായം. അപ്പം PSC എമർജൻസി ഓഫീസ് ഓഫ് ഗവർണർ ഫെഡറൽ കോർട്ട് ജുഡീഷ്യറി, ഈ ഇത്രയും ആശയങ്ങൾ നമ്മൾ എവിടെ നിന്ന് കടമെടുത്തു? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഒന്നുകൂടെ പറയാം, PSC എമർജൻസി ഓഫീസ് ഓഫ് ഗവർണർ ഫെഡറൽ കോർട്ട് ജുഡീഷ്യറി. ഓക്കെ, അങ്ങനെങ്കിൽ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് രാജ്യങ്ങളാണ്. അതിൽ ആദ്യ രാജ്യം നമ്മൾ പറയുന്നത് അമേരിക്ക, USA കുറിച്ചാണ് നമ്മൾ പറയുന്നത്.
നമുക്ക് ഒരുപാട് തവണ അമേരിക്കയിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലേതൊക്കെയാണെന്ന് നോക്കാം. അത് നമ്മളൊരു കോഡ് പ്രകാരമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഇങ്ങനെ നോക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ രീതി ഏതാണോ ഓക്കെ അങ്ങനെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ ആശയങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ കോഡ് ഇങ്ങനെയാണ്: ആമോസു ഈരാജു WXYZ. ആമോസു ഈരാജു WXYZ. ഇതിൽ ആ എന്നാൽ ആമുഖമാണ്. ഓക്കെ, അതാണ് പ്രിയാമ്പിൾ. ഓക്കെ, ഒരു വാക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും അത്. ഓക്കെ, ആമുഖം. മീൻസ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഓക്കെ, നമുക്കറിയാം ആമുഖവും ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും പാർട്ടുകളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പം ആമുഖം ഇന്ത്യൻ ഭരണ അവിഭാജ്യ ഘടകമാണോ? അവിഭാജ്യ ഘടകമാണ്. ഈ ആമുഖം ഇന്ത്യൻ ഭരണ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി പരാമർശിക്കുന്ന കേസുണ്ടല്ലോ. അത് ബെറുബാറി കേസ്. ഏത് കേസ്? ബെറുബാറി കേസ്. ആമുഖം ഇന്ത്യൻ ഭരണ അവിഭാജ്യ ഘടകമാണ് എന്ന് സുപ്രീം കോടതി പറയുന്ന കേസ്. ആ കേസ് കേശവാനന്ദ ഭാരതി കേസ്. കേശവാനന്ദ ഭാരതി കേസ് പോടെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ആമുഖം ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. അതിൽ ആമുഖം എന്ന ആശയം അമേരിക്ക. രണ്ട് മൗലിക അവകാശങ്ങൾ, പ്രധാനപ്പെട്ട പൗരന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന, മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗമാണ് ഭാഗം 3. മൗലിക അവകാശങ്ങൾ ഇവിടുന്ന് കടമെടുത്തു അമേരിക്ക. ഓക്കെ, 3 സുപ്രീം കോടതി. നമുക്കറിയാം ഫെഡറൽ കോടതിയാണ് പിന്നീട് എന്തായി മാറിയത്? സുപ്രീം കോടതിയായി മാറിയത്. ഈ ഫെഡറൽ കോടതിയും സുപ്രീം കോടതിയും തമ്മിലുള്ള വ്യത്യാസം, സുപ്രീം കോടതി സുപ്രീം പരമാധികാരി. നമ്മൾ പറഞ്ഞില്ലയോ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് മുകളിൽ ഇന്ത്യയിൽ മറ്റൊരു അതോറിറ്റി ഇല്ല. എന്നാൽ ഫെഡറൽ കോടതിക്ക് മുകളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫെഡറൽ കോടതിയിൽ നിന്ന് മാറി സുപ്രീം കോടതിയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് ആശയമാണ്. ഫെഡറൽ കോടതിയാണ് പിന്നെ എന്തായി മാറി? സുപ്രീം കോടതിയായി മാറിയത് 1937 നിലവിൽ വന്ന ഫെഡറൽ കോടതിയാണ് പിന്നീട് 1950 ജനുവരി 28 സുപ്രീം കോടതിയായി മാറിയത്. ഈ ഫെഡറൽ കോടതി വരാൻ കാരണമായ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935. സുപ്രീം കോടതി കടമെടുത്തിരിക്കുന്നത് അത് അമേരിക്കയാണ്. അപ്പൊ ആമുഖം, മൗലികാവകാശങ്ങൾ, സുപ്രീം കോടതി. ഈ ഇംപീച്ച്മെന്റ് എന്ന ആശയം, ഈ ഇംപീച്ച്മെന്റ് നമുക്കറിയാം രാഷ്ട്രപതിയൊക്കെ നീക്കം ചെയ്യുന്ന നടപടി അറിയപ്പെടുന്ന പേര്, സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടി അറിയപ്പെടുന്ന പേര് ഇംപീച്ച്മെന്റ് മലയാളം ആക്ഷേപ വിചാരണ. ഇംപീച്ച്മെന്റ് മലയാളമാണ് ആക്ഷേപ വിചാരണ. ഓക്കെ, അങ്ങനെയെങ്കിൽ രാജ്യസഭ. നമുക്കറിയാം പാർലമെന്റ് ഉപസഭയാണ്, അപ്പർ ഹൗസ് ആണ് രാജ്യസഭ. ആശയം കടമെടുത്തത് അമേരിക്ക. അപ്പൊ ആമുഖം, മൗലിക അവകാശങ്ങൾ, സുപ്രീം കോടതി, ഇംപീച്ച്മെന്റ്, രാജ്യസഭ. ജുഡീഷ്യൽ റിവ്യൂ ആർട്ടിക്കിൾ ഏത്? ജുഡീഷ്യൽ ആർട്ടിക്കിൾ പറയുന്നു ആർട്ടിക്കിൾ 13. രാജ്യസഭ ആർട്ടിക്കിൾ 80 എന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇംപീച്ച്മെന്റ്, രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ആണെങ്കിൽ ആർട്ടിക്കിൾ 61. സുപ്രീം കോടതി ആണെങ്കിൽ 124. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡബ്ല്യു ആണ് പറയുന്നത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ജുഡീഷ്യൽ ആർട്ടിക്കിൾ 13. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ജുഡീഷ്യൽ റിവ്യൂവിന്റെ മലയാളം എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിന്റെ മലയാളം നീതിന്യായ പുനഃപരിശോധന എന്നാണ് ജുഡീഷ്യൽ റിവ്യൂവിന്റെ മലയാളം എന്ന് പറയുന്നത്. അതായത് നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണോ നിർമ്മിച്ചത് എന്ന് പരിശോധിക്കുവാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരത്തെ വിളിക്കുന്ന പേര് ജുഡീഷ്യൽ റിവ്യൂ. അപ്പം നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിധേയമായിട്ടാണോ നിർമ്മിച്ചത് എന്ന് പരിശോധിക്കുവാനുള്ള സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അധികാരത്തെ വിളിക്കുന്ന പേര് ജുഡീഷ്യൽ റിവ്യൂ. ആർട്ടിക്കിൾ 13. എവിടുന്ന് കടമെടുത്തു? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പം ആമോസു നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ആമോസു ഈരാജു. ഓക്കെ, ആമുഖം, മൗലികാവകാശം, സുപ്രീം കോടതി, ഇംപീച്ച്മെന്റ്, രാജ്യസഭ, ജുഡീഷ്യൽ റിവ്യൂ. നെക്സ്റ്റ് WXYZ എന്നല്ലേ? W മീൻസ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഏത്? ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആ ആശയം നമ്മളിവിടെ കണ്ടത് അമേരിക്കയാണ്. കാരണം ലോകത്തെ ആദ്യ ലിഖിത ഭരണഘടന അമേരിക്കൻ ഭരണഘടന. വർഷം ഫ്രഞ്ച് വിപ്ലവം അതേ വർഷം 1789. 1789 1789 ഓർത്തിരിക്കുക, സിമ്പിളാണ്.
റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ലിഖിത ഭരണഘടന. ഇങ്ങോട്ട് വെച്ചാൽ മതി. ലോകത്തെ തന്നെ ആദ്യ ലിഖിത ഭരണഘടന അമേരിക്കയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഇവിടെ കടമെടുത്തു, അമേരിക്കയിൽ കടമെടുത്തു. ഓക്കെ, നെക്സ്റ്റ് എക്സ്. ഡബ്ല്യു കഴിഞ്ഞാൽ എക്സ്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരം. എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്. ആർട്ടിക്കിൾ രാഷ്ട്രപതി കഴിഞ്ഞ് വരുന്ന തൊട്ട് അടുത്ത ആർട്ടിക്കിൾ 53. എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ് ആർട്ടിക്കിൾ 53. നെക്സ്റ്റ് വൈ മീൻസ് വൈസ് പ്രസിഡന്റ്. വൈ എന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി. അപ്പം എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതി ആർട്ടിക്കിൾ 63. നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ നമുക്കറിയാം. ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം നമ്മൾ കിട്ടും. ഫോർത്ത് എസ്റ്റേറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്താണ്? അത് വരുന്നത് ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണം. സെക്കൻഡ് എസ്റ്റേറ്റ് അത് എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണം. തേർഡ് എസ്റ്റേറ്റ് ജുഡീഷ്യറി, നീതിന്യായം. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ ആ ഗവൺമെന്റ് 3 ഘടകം ഉണ്ടായിരിക്കണം. 1 ലെജിസ്ലേച്ചർ ഉണ്ടായിരിക്കണം, 2 എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കണം, 3 ജുഡീഷ്യറി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് നമ്മൾ 3 തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം തന്നെ വരാനുള്ള കാരണം. ജനാധിപത്യത്തിന്റെ 4ാം തൂണുകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രസ് ആൻഡ് മീഡിയാസ്. ഓക്കെ, പത്രമാധ്യമങ്ങൾ. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി അത് എഡ്മണ്ട് ബുർഗാണ്. എഡ്മണ്ട് ബുർഗാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായും ബന്ധമുണ്ട്. ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? ബന്ധപ്പെട്ടിരിക്കുന്നില്ല. എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ? ഒരിക്കലും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ജുഡീഷ്യറി സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണ്. അത് മറ്റൊന്നുമായും കണക്ട് ചെയ്യപ്പെടുന്നില്ല. ആ ആശയത്തെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നു. സ്വതന്ത്ര നീതിന്യായം, നമ്മുടെ നീതിന്യായം സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നാണ്. അപ്പം ഇവിടെ ഇസഡ് വരാൻ കാരണം എന്താ നിങ്ങൾ ഉദ്ദേശിക്കും? സ്വതന്ത്ര. ആ സ ഇവിടെ ഇസഡിൽ നമ്മൾ സ എന്നാണ് ഉച്ചരിക്കുന്നത്. നമ്മളൊരു കോൾ ഉണ്ടാക്കാൻ വേണ്ടി അറേഞ്ച് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ഏതൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ 10. അപ്പോൾ 10 നമ്മൾ പറഞ്ഞില്ലയോ? 2, 4, 6, 8, 10 ആശയങ്ങൾ നമ്മളിപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ 10 നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ആമുഖം, മൗലികാവകാശം, സുപ്രീം കോടതി, ഇംപീച്ച്മെന്റ്, രാജ്യസഭ, ജുഡീഷ്യൽ റിവ്യൂ, W റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, WX ഓക്കെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, Z സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്. ഓക്കെ, ഈ 10 കഴിഞ്ഞാൽ തീർന്നു അമേരിക്ക? ഇല്ല, തീർന്നില്ല. 10 കഴിഞ്ഞാലും തീരത്തില്ല. ഓക്കെ, ഓർത്തിരിക്കുക പ്രസിഡന്റ് എന്ന ആശയം നമ്മൾ അമേരിക്കയിൽ കണ്ടെടുത്തു. പ്രസിഡന്റ്. നെക്സ്റ്റ് റിമൂവൽ ഓഫ് ജഡ്ജസ്, അത് തന്നെയാണ് ഇംപീച്ച്മെന്റ്. പക്ഷേ ചില എക്സാമുകൾക്ക് ഇംപീച്ച്മെന്റ് എന്ന വാക്കിന് പകരം ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നു. റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന് ചോദിക്കാം. എന്ന് ചോദിച്ചാലും അമേരിക്ക തന്നെയാണ്. നെക്സ്റ്റ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, റൂൾ ഓഫ് ലോ അല്ല, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, തുല്യ നിയമ പരിരക്ഷ എന്നാണ് മലയാളം. തുല്യ നിയമ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം എവിടുന്ന? അതും അമേരിക്കയാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം നമ്മൾ എവിടുന്ന് കടമെടുത്തിരിക്കുന്നു? അത് നമ്മൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. അപ്പം പറഞ്ഞ ആശയങ്ങളെല്ലാം ഒന്നുകൂടെ പറയാം. ആമുഖം, മൗലികാവകാശം, സുപ്രീം കോടതി, ഇംപീച്ച്മെന്റ്, രാജ്യസഭ, ജുഡീഷ്യൽ റിവ്യൂ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ജഡ്ജസ്, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഇതെല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ഓക്കെ, അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ട പ്രധാനപ്പെട്ട രാജ്യമാണ് ബ്രിട്ടൻ. ഓക്കെ, ബ്രിട്ടൻ നമ്മൾ എന്തൊക്കെ കടമെടുത്തു? ബ്രിട്ടൻ ഫസ്റ്റ് വൺ പാർലമെന്ററി സിസ്റ്റം. ഇതിൽ 3 സിസ്റ്റം നമ്മൾ ആദ്യം അങ്ങ് പഠിക്കുക. അത് സിസ്റ്റമാണ് PCB സിസ്റ്റം. അപ്പൊ ഏത് സിസ്റ്റം അടേ? PCB സിസ്റ്റം. P ഫോർ പാർലമെന്ററി സിസ്റ്റം, C ഫോർ ക്യാബിനറ്റ് സിസ്റ്റം, B ഫോർ ബൈക്യാമറ സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റം, ക്യാബിനറ്റ് സിസ്റ്റം, ബൈക്യാമറ സിസ്റ്റം. അപ്പോൾ പാർലമെന്ററി സമ്പ്രദായം, നമ്മുടെ ലോക്സഭയും രാജ്യസഭയും ഒക്കെ അടങ്ങുന്ന പാർലമെന്ററി സമ്പ്രദായം, അതായത് ഒരു രാജ്യത്തെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങൾ എലക്ട് ചെയ്യപ്പെടുന്ന ഒരു സഭയാണെങ്കിൽ ആ സമ്പ്രദായമാണ് പാർലമെന്ററി സമ്പ്രദായം. ഈ ആശയം നമ്മൾ കടമെടുത്തത് അത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്യാബിനറ്റ് സിസ്റ്റം.
ഓക്കെ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഈ സഹമന്ത്രി ഉപമന്ത്രി ഇവരൊന്നും വരത്തില്ല, ക്യാബിനറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ക്യാബിനറ്റ് സമ്പ്രദായം എന്ന ആശയം നമ്മൾ കാണുന്നത് ബ്രിട്ടനാണ്. നെക്സ്റ്റ് ബൈക്യാമറ സിസ്റ്റം, മലയാളം ദ്വിമണ്ഡല സമ്പ്രദായം. നമുക്കറിയാം ലോക്സഭയിൽ രാജ്യസഭയിൽ ചേരുമ്പോൾ ദ്വിമണ്ഡലമാണ്, അസംബ്ലി കൗൺസിലും ചേരുമ്പോൾ ദ്വിമണ്ഡലമാണ്, 2 മണ്ഡലങ്ങൾ. ബൈക്യാമറ സിസ്റ്റം എന്ന ആശയം നമ്മൾ കടമെടുത്ത് എവിടുന്ന്? അതും അമേരിക്കയാണ്. അപ്പൊ ഏതൊക്കെയാണ്? അത് ബ്രിട്ടനാണ്. അപ്പൊ ഏതൊക്കെയാണ് 3 സമ്പ്രദായങ്ങൾ പറഞ്ഞേ? പാർലമെന്ററി സിസ്റ്റം, ക്യാബിനറ്റ് സിസ്റ്റം, ബൈക്യാമറ സിസ്റ്റം. ഓക്കെ, അടുത്തയാണ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി. ലോകത്തെ ആദ്യ പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇൻ ദ വേൾഡ്. ലോകത്തെ തന്നെ ആദ്യ പ്രധാനമന്ത്രിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേരാണ് റോബർട്ട് വാൾപോൾ. എന്താ പേര്? റോബർട്ട് വാൾപോൾ. ഏത് രാജ്യക്കാരൻ? ബ്രിട്ടീഷുകാരനാണ്. അപ്പം പ്രധാനമന്ത്രി എന്ന ആശയം നമ്മൾ ഇവിടെ എടുത്തു, ബ്രിട്ടൻ. നെക്സ്റ്റ് എലക്ഷൻ, 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 എലക്ഷൻ എന്ന ആശയം നമ്മൾ എവിടെയാണ്? അതും ബ്രിട്ടനാണ്. അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുന്ന സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും നമ്മൾ ഉപയോഗിക്കുന്നത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്, ഫസ്റ്റ് പാസ്റ്റ് ഇത് പോസ്റ്റ്. അപ്പൊ ഈ ആശയം നമ്മൾ എവിടുന്ന് കടമെടുത്തു? അത് ബ്രിട്ടൻ. ഓക്കെ, അതുപോലെ രാജ്യസഭയിലേക്കുള്ള സമ്പ്രദായം, വോട്ടിംഗ് സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ പൊതുവെ ഇലക്ഷൻ ആശയം നമ്മളെവിടെയാണ്? അത് ബ്രിട്ടൻ. അപ്പോൾ പാർലമെന്റ് സിസ്റ്റം, ക്യാബിനറ്റ്, ബൈക്യാമറൽ, പ്രൈം മിനിസ്റ്റർ, ഇലക്ഷൻ. 6 സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏകപൗരത്വം എന്ന ആശയം. അപ്പൊ ഏകപൗരത്വമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഏകപൗരത്വം എന്ന ആശയം എവിടുന്ന്? അത് ബ്രിട്ടൻ. ഏകപൗരത്വം എന്ന ആശയം ബ്രിട്ടൻ. ഓക്കെ, അപ്പോൾ പാർലമെന്ററി, ക്യാബിനറ്റ്, ബൈക്യാമറൽ, പ്രൈം മിനിസ്റ്റർ, ഇലക്ഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചാൽ പറയണം റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച. നിയമവാഴ്ച എന്ന ആശയം എവിടുന്നാണ്? അതും ബ്രിട്ടനാണ്. നിയമവാഴ്ച എന്താണ്? നിയമവാഴ്ച നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന കാഴ്ചപ്പാടിനെയാണ് നമ്മൾ നിയമവാഴ്ച എന്ന് പറയുന്നത്. ഫാദർ ഓഫ് റൂൾ ഓഫ് ലോ, നിയമവാഴ്ചയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരാണ് എ വി ഡേസി എന്നാണ് പേര്. എ വി ഡേസി. ഫാദർ ഓഫ് റൂൾ ഓഫ് ലോ ആണ് ആര്? എ വി ഡേസി. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ചോദിച്ചാൽ പറയണം ലോ മേക്കിംഗ് പ്രൊസീജിയർ. ലോ മേക്കിംഗ് പ്രൊസീജിയർ, റൂൾ ഓഫ് ലോയും ലോ മേക്കിംഗ് പ്രൊസീജിയർ, നിയമനിർമ്മാണം. നിയമവാഴ്ചയും നിയമനിർമ്മാണം നിയമവാഴ്ച, നിയമനിർമ്മാണം. റൂൾ ഓഫ് ലോ, ആ ലോയിൽ തുടങ്ങണം. ലോ മേക്കിംഗ് പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ആശയങ്ങൾ പറയുന്നത്? പാർലമെന്ററി, ക്യാബിനറ്റ്, ബൈക്യാമറൽ, പ്രൈം മിനിസ്റ്റർ, ഇലക്ഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയർ. തീർന്നോ? തീർന്നില്ല. ബ്രിട്ടൻ. ബ്രിട്ടൻ നമുക്ക് ഇനിയും ഉണ്ട് പഠിക്കാൻ. ഓക്കെ, അടുത്ത 4 അങ്ങ് അടുപ്പിച്ചങ്ങ് പറഞ്ഞോണം. ഓർത്തിരിക്കുക, സിമ്പിൾ ആണ്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG അറ്റോർണി ജനറൽ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG, CAG. ആദ്യം പോലെ നമ്മളൊന്ന് പറഞ്ഞു നോക്കണം. ഏതൊക്കെ ആദ്യം പോലെ നമ്മൾ പറഞ്ഞേ? പാർലമെന്ററി, ക്യാബിനറ്റ്, ബൈക്യാമറൽ, പ്രൈം മിനിസ്റ്റർ, എലക്ഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG, CAG. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG, CAG. ഓക്കെ, അടുത്ത ഞാൻ പറയണം റിട്ട്. റിട്ട് എന്ന ആശയം നമുക്കറിയാം. എന്താണ് റിട്ട്? അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറത്തിറക്കുന്ന ഉത്തരവാണ് റിട്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറത്തിറക്കുന്ന ഉത്തരവാണ് എന്ത്? റിട്ട്. സുപ്രീം കോടതി ആർട്ടിക്കിൾ ഏത് പ്രകാരം റിട്ട് പുറത്തിറക്കും? ആർട്ടിക്കിൾ 32 പ്രകാരം. ഹൈക്കോടതിയോ 226 പ്രകാരവും റിട്ട് പുറത്തിറക്കുന്നു. 226 പ്രകാരവും റിട്ട് പുറത്തിറക്കുന്നു. ഓക്കെ, അപ്പൊ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG, CAG, റിട്ട്. നെക്സ്റ്റ് പറഞ്ഞു നോമിനൽ പവർ ഓഫ് പ്രസിഡന്റ്. നോമിനൽ പവർ ഓഫ് പ്രസിഡന്റ്, മലയാളം രാഷ്ട്രപതിയുടെ നാമമാത്രമായ അധികാരം. രാഷ്ട്രപതിയുടെ നാമമാത്രമായ അധികാരം. ഈ ആശയം നമ്മൾ ഇവിടുന്ന ഇതും ബ്രിട്ടനാണ്. രാഷ്ട്രപതിയുടെ നാമമാത്രമായ അധികാരം. നമുക്കറിയാം രാജ്യത്തിന്റെ സർവ്വ സൈനാധിപനാര്? അത് തീർച്ചയായും രാഷ്ട്രപതിയാണ്. രാജ്യത്തിന്റെ സർവ്വ സൈന രാഷ്ട്രപതി തന്നെയാണ്.
പക്ഷേ അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമന്ത്രിയിലും മന്ത്രിസഭയിലുമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രപതിക്ക് സർവ്വസമ്മതം എന്ന് പറഞ്ഞാലും അധികാരങ്ങൾ പരിമിതമാണ്. അപ്പോൾ രാഷ്ട്രപതിയുടെ നാമമാത്രം അധികാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, രാഷ്ട്രപതിയുടെ കാര്യനിർവഹണ അധികാരം അത് അമേരിക്ക. നോമിനൽ പവർ ഓഫ് പ്രസിഡന്റ് അത് ബ്രിട്ടൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കുക. ബ്രിട്ടൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വട്ടോടെ നമ്മൾ റിവൈസ് ചെയ്യാം. ഏതൊക്കെ? പാർലമെന്ററി, ക്യാബിനറ്റ്, ബൈക്യാമറൽ, പ്രൈം മിനിസ്റ്റർ, ഇലക്ഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓക്കെ, റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG, CAG, റിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നോമിനൽ പവർ ഓഫ് പ്രസിഡന്റ്. അതുപോലെ ഒന്ന് ഓർത്തിരിക്കുക കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതായത് കൂട്ടുത്തരവാദിത്തം. അപ്പം നമ്മൾ ഈ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ടാവേണ്ടത് അത് ലോക്സഭയോടാണ്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ടാവേണ്ടത് ലോക്സഭയുടെ, സംസ്ഥാനത്താണെങ്കിൽ നിയമസഭയോടാണ്. അപ്പം കൂട്ടുത്തരവാദിത്തം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അത് ബ്രിട്ടനിൽ ഉൾപ്പെടുന്നതാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ മലയാളമാണ് കൂട്ടുത്തരവാദിത്തം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന രാജ്യമാണ് കാനഡ. ചോദിച്ചാൽ പറയണം ഒന്നാമത് ഓർത്തിരിക്കുക, ഒന്നാമത്തെയാണ് ഏത്? ലിസ്റ്റ്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ ലിസ്റ്റ് ഉണ്ട് അല്ലേ? ലിസ്റ്റുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിലായിട്ട് പറയാം, ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ അധികാര വിഭജനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ലിസ്റ്റ്. അത് പ്രകാരമാണ് നമ്മൾ അധികാരങ്ങൾ വിഭജനം ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റ് എന്ന ആശയം നമ്മൾ കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ലിസ്റ്റ് എന്ന ആശയം എവിടുന്ന്? ലിസ്റ്റ് എന്ന ആശയം കാനഡ. ഓക്കെ, നെക്സ്റ്റ് ചോദിച്ചാൽ പറയണം. നെക്സ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണി ലിസ്റ്റ്, അഥവാ യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ്, യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റുകൾ എത്ര എണ്ണം ഉണ്ട്? ലിസ്റ്റുകൾ 3 തരമുണ്ട്. ലിസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ് 3 ലിസ്റ്റുകൾ? യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന 3 ലിസ്റ്റുകളാണ് നമുക്കുള്ളത്. അതിൽ ലിസ്റ്റ് എന്ന ആശയം പൊതുവായി ചോദിച്ചാലും യൂണി ലിസ്റ്റ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ലിസ്റ്റ് ആയിക്കോട്ടെ, അതിൽ ഇങ്ങനെ ചോദിച്ചാലും ആൻസർ കാനഡയാണ്. നമുക്കറിയാം യൂണി ലിസ്റ്റ് ആകുമ്പോൾ ആർക്കാണ്? യൂണി ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിന്മേൽ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരമുള്ള ആർക്കാണ്? അത് പാർലമെന്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിന്മേൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള ആർക്കാണ്? അത് സാധാരണഗതിയിൽ സംസ്ഥാന നിയമസഭയ്ക്കാണ്. കൺകറന്റ് ആവുമ്പോൾ ആർക്ക് അധികാരം? അത് പാർലമെന്റിന് അധികാരം കാണും, സംസ്ഥാന നിയമസഭയ്ക്കും അധികാരം ഉണ്ടായിരിക്കും. എന്താവുമ്പോൾ? കൺകറന്റ് ആവുമ്പോൾ. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഇതിൽ ലിസ്റ്റ് എന്ന ആശയം ചോദിച്ചാലും സ്റ്റേറ്റ് ലിസ്റ്റ് ചോദിച്ചാലും യൂണി ലിസ്റ്റ് ചോദിച്ചാലും, അപ്പോൾ ലിസ്റ്റ്, യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് 3 കാനഡ. നെക്സ്റ്റ് ആണ് ഫെഡറൽ സിസ്റ്റം. ഓക്കെ, എന്താണ് ഫെഡറൽ സിസ്റ്റം? അതായത് ഒരു നിയമനിർമ്മാണ വ്യവസ്ഥയിൽ കേന്ദ്രത്തെ പോലെ സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭാജനം ചെയ്യപ്പെടുന്ന വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ വിഭാവനം ചെയ്യപ്പെടുന്ന വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അപ്പോൾ കേന്ദ്രത്തിനും അധികാരം ഉണ്ടായിരിക്കും, നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം കേന്ദ്രത്തിനും ഉണ്ടായിരിക്കും, സംസ്ഥാനത്തിനുണ്ടായിരിക്കും. അധികാര വിഭജനത്തെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അപ്പോൾ ആ ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന ആശയം നമ്മൾ കടന്നിരുന്നത് കാനഡയാണ്. അപ്പോൾ ലിസ്റ്റ്, യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഫെഡറൽ സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് റെസ്യൂഡറി പവേഴ്സിൻ്റെ മലയാളമാണ് അവശിഷ്ടാധികാരം. അവശിഷ്ടാധികാരം. എന്താണ് അവശിഷ്ടാധികാരം? നമുക്കറിയാം ലിസ്റ്റുകൾ 3 തരം. യൂണി ലിസ്റ്റ് ആർക്കധികാരം? പാർലമെന്റ് അധികാരം. സ്റ്റേറ്റ് ലിസ്റ്റ് ആർക്കധികാരം? സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരം. കൺകറന്റ് ലിസ്റ്റ് ആർക്കധികാരം? 2 പേർക്കും അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3 ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളിൽ മേൽ നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കായിരിക്കും? ഈ 3 ലിസ്റ്റിലുമില്ല. അങ്ങനെയെങ്കിൽ അത്തരം വിഷയങ്ങളിൽ മേൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം പാർലമെന്റിനായിരിക്കും. ആർക്കായിരിക്കും? പാർലമെന്റിനായിരിക്കും. പാർലമെന്റിന്റെ അധികാരത്തെ വിളിക്കുന്ന പേരാണ് അവശിഷ്ടാധികാരം, റെസ്യൂഡറി പവേഴ്സ്. അപ്പോൾ എന്താണ് റെസ്യൂഡറി പവേഴ്സ്? 3 ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളിൽ മേൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള ആരുടെ അധികാരം? പാർലമെന്റ് അധികാരത്തെ വിളിക്കുന്ന പേരാണ് അവശിഷ്ടാധികാരങ്ങൾ. ഫോർ എക്സാമ്പിൾ സബ്ജക്റ്റ് IT, സൈബർ ലോ, ഇതെല്ലാം റെസ്യൂഡറി പവേഴ്സ് വരുന്ന വിഷയങ്ങളാണ്. അടുത്ത വെച്ചാൽ പറയണം സ്റ്റേറ്റ്
സ്റ്റേറ്റ് ഗവർണർ. ഓക്കെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുക അപ്പോയിൻമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ. ഓക്കെ, സംസ്ഥാന ഗവർണർ നിയമനം. അപ്പോൾ ഓഫീസ് ഓഫ് ഗവർണർ അത് നമ്മൾ വരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, അപ്പോയിൻമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ, അപ്പോയിൻമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ അത് എവിടുന്ന? അത് കാനഡയാണ്. കാനഡ, അത് കാനഡയിൽ നിന്നാണ്. നെക്സ്റ്റ് പറയുന്നത് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്ത് വെച്ചാൽ മതി. അതായത് സുപ്രീം കോടതി രാഷ്ട്രപതി ഉപദേശിക്കുന്നു. ആർട്ടിക്കിൾ 143 143. അപ്പോൾ ആരെ ഉപദേശിക്കുന്നു? സുപ്രീം കോടതി രാഷ്ട്രപതി ഉപദേശിക്കുന്നു. അപ്പം സുപ്രീം കോടതി രാഷ്ട്രപതി ഉപദേശിക്കുന്നു എന്ന ആശയമാണ് എവിടുന്ന്? അത് കാനഡ. അപ്പം സുപ്രീം കോർട്ട് അഡ്വൈസ് ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ സുപ്രീം കോടതി ആരെ ഉപദേശിക്കുന്നു? രാഷ്ട്രപതി ഉപദേശിക്കുന്നു. അത് ഇവിടുന്ന് കടമെടുത്തു കാനഡയാണ്. അപ്പോൾ കാനഡയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. ഒന്ന് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഫെഡറൽ സിസ്റ്റം. ഓക്കെ, അടുത്ത് നമ്മൾ പറഞ്ഞു റെസ്റ്റിറ്റ്യൂട്ടറി പവേഴ്സ്, അപ്പോയിൻമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ. അതുപോലെ സുപ്രീം കോടതി രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നു. ഫെഡറലിസവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും നമ്മൾ കടമെടുത്തിരിക്കുന്നത്, അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളും നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയാണ്. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ലിസ്റ്റ്. അതിൽ തന്നെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. അധികാര വിഭജനം സൂചിപ്പിക്കുന്ന പേരായ ഫെഡറൽ സിസ്റ്റം, അതുമായി ബന്ധപ്പെട്ട റെസ്റ്റിറ്റ്യൂട്ടറി പവേഴ്സ്. കാരണം 3 ലിസ്റ്റിലും ഇല്ലാത്ത വിഷയങ്ങളിന്മേൽ ആര് നിയമം നിർമ്മിക്കുന്നു? പാർലമെന്റ്. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുപോലെ അപ്പോയിൻമെന്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ, സ്റ്റേറ്റ് ഗവർണർ നിയമനം. ഈ ഫെഡറൽ സംവിധാനത്തിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന പദവിയാണ് ആര്? ഗവർണർ. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് ഗവർണർ. ഫെഡറൽ സിസ്റ്റത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ആര്? ഗവർണർ. എവിടുന്ന് കടമെടുത്തു? കാനഡ. പിന്നെ നമ്മൾ പറഞ്ഞത് സുപ്രീം കോടതി രാഷ്ട്രപതി ഉപദേശിക്കുന്നു. ഇത്തരം ആശയങ്ങൾ നമ്മൾ കടമെടുത്തത് കാനഡയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഏതൊക്കെ ഭാഗങ്ങൾ പറഞ്ഞു? 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 2 അമേരിക്ക, 3 ബ്രിട്ടൻ, 4 കാനഡ. അടുത്ത നമ്മൾ പോകുന്നത്, അടുത്തതായി നമ്മൾ പറയുന്ന രാജ്യമാണ് ഇത്, അതാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ ആദ്യ സബ്ജക്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമേൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന അധികാരം പാർലമെന്റിനുണ്ടായിരിക്കും, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കൺകറന്റ്. അപ്പോൾ സ്റ്റേറ്റും യൂണിയനും ആണെങ്കിൽ കാനഡ, കൺകറന്റ് ഓസ്ട്രേലിയ. നെക്സ്റ്റ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, പാർലമെന്റ് സംയുക്ത സമ്മേളനം. പാർലമെന്റ് സംയുക്ത സമ്മേളനം ആർട്ടിക്കിൾ 108, ആർട്ടിക്കിൾ 108 പരാമർശിക്കുന്നത് പാർലമെന്റ് സംയുക്ത സമ്മേളനം. അതായത് ഒരു ബില്ലിന്മേൽ ലോക്സഭയിലും രാജ്യസഭയിലും തർക്കമുണ്ടാകുമ്പോഴാണ് എന്ത് ചേരുന്നത്? സംയുക്ത സമ്മേളനം ചേരുന്നത്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പാർലമെന്റ് എന്ന ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഓർത്തിരിക്കുക, പാർലമെന്റ് സംയുക്ത സമ്മേളനം എന്ന ആശയം നമ്മൾ എവിടുന്ന് കടമെടുത്തു? അത് ഓസ്ട്രേലിയ. ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. നെക്സ്റ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അപ്പോൾ വാണിജ്യപരമായിട്ടുള്ള ബന്ധങ്ങൾ, ട്രേഡ് ആൻഡ് കൊമേഴ്സ് നമ്മൾ എവിടെ കടമെടുത്തു? അത് ഓസ്ട്രേലിയ. അപ്പോൾ ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇവ 3 നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. അപ്പോൾ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത രാജ്യമാണ്, അതാണ് അയർലൻഡ്. അയർലൻഡ് കഴിഞ്ഞ LD എക്സാമിന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അയർലൻഡിൽ നിന്ന് നോക്കിയേ, ഒന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഈ മാർഗനിർദ്ദേശത്വങ്ങൾ ഭരണഘടന ഉൾപ്പെടുത്തിയ ലോകത്തെ ആദ്യ രാജ്യം അത് അയർലൻഡ് പറയരുത്, അത് സ്പെയിനാണ്. ഓക്കെ, എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഇവിടുന്ന് കടമെടുത്തു? അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. അപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് നമുക്ക് ഓപ്ഷന് കൊടുക്കാം. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് DPSP. നെക്സ്റ്റ് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ എലക്ഷൻ, അതായത് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്. അയർലൻഡ് എന്തൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓക്കെ, election of president, next nomination of members to രാജ്യസഭ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ, രാജ്യസഭയിൽ അംഗങ്ങളെ എന്ത് ചെയ്യുന്നു? നോമിനേറ്റ് ചെയ്യുന്നു. ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. എത്ര പേരെ നോമിനേറ്റ് ചെയ്യുന്നു? രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. ആര് ചെയ്യുന്നു? പ്രസിഡന്റ് ചെയ്യുന്നു, രാഷ്ട്രപതി ചെയ്യുന്നു. എവിടുന്ന് ചെയ്യുന്നു?
കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യം, ആർട്സ്, ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സർവീസ് എന്ന 4 വിങ്ങിൽ നിന്നുമാണ് 12 പേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ഓർത്തിരിക്കുക. അവർ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന ആശയം ഇവിടുന്ന്, അത് അയർലൻഡ്. നോട്ട് ദി പോയിന്റ്, ഈ വാക്ക് നോമിനേഷൻ. ഓക്കെ, അപ്പൊ അയർലൻഡ് എന്തൊക്കെയാണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഓക്കെ, നെക്സ്റ്റ് അയർലൻഡ് കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയാണ് നമ്മൾ പറയാൻ പോകുന്ന അടുത്ത രാജ്യം. ഓക്കെ, അത് പറയുന്നത് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ എലക്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ എലക്റ്റഡ് എന്ന വാക്ക് നോട്ട് ചെയ്യുക. അയർലൻഡ് നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് നോമിനേഷൻ. അയർലൻഡ് പറഞ്ഞത് നോമിനേഷൻ. ഓക്കെ, സൗത്ത് ആഫ്രിക്ക എന്താ പറഞ്ഞത്? എലക്ഷൻ. ഓക്കെ, അപ്പൊ അയർലൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ, സൗത്ത് ആഫ്രിക്ക എലക്റ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, ഭരണഘടനാ ഭേദഗതി എന്ന ആശയവും നമ്മൾ സൗത്ത് ആഫ്രിക്ക. അപ്പൊ എലക്റ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ. അതുപോലെ രാജ്യസഭയിലേക്ക് നിലവിൽ എത്ര പേരെ എലക്ട് ചെയ്യുന്നു? നിലവിൽ ചോദിച്ചാൽ പറയണം 233 പേരെ എലക്ട് ചെയ്യുന്നു. എത്ര പേരെ നിലവിൽ നോമിനേറ്റ് ചെയ്യുന്നു? 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ രാജ്യസഭയ്ക്ക് ഇപ്പൊ എത്ര സീറ്റ് ഉണ്ട്? 3 2 5 3 1 4 2 245 രാജ്യസഭാ സീറ്റുണ്ട്. അതിങ്ങനെയാണ് കേട്ടോ. ഇലക്ഷൻ 233, നോമിനേഷൻ 12, ആകെ 245 സീറ്റ്. ഇത് പരമാവധി എത്ര വരെ ആകാം? പരമാവധി രാജ്യസഭയിലേക്ക് 238 പേരെ എലക്ട് ചെയ്യാം. പരമാവധി 12 പേരെ നോമിനേറ്റ് ചെയ്യാം. അപ്പൊ കൂട്ടിയാൽ നമുക്ക് കിട്ടും 8 2 10. ഓക്കെ, 4 5 2 250. അപ്പൊ 250 മാക്സിമം സ്ട്രെങ്തും 250 പ്രസന്റ് സ്ട്രെങ്തും രാജ്യസഭയ്ക്കുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, രാജ്യസഭയിൽ അങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു, അത് അയർലൻഡ്. രാജ്യസഭയിൽ അങ്ങളെ എലക്ട് ചെയ്യുന്നു, അത് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അപ്പം സൗത്ത് ആഫ്രിക്ക എടുത്തത് എലക്റ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. നെക്സ്റ്റ് ചോദിച്ചാൽ പറയണം, അത് ഫ്രാൻസ്. ഫ്രാൻസ് ഫ്രാൻസ് റിപ്പബ്ലിക്. ഫ്രാൻസ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ കടമെടുത്ത് എവിടുന്നാണ്? ഫ്രാൻസ്. എന്താണ് റിപ്പബ്ലിക്? തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ കണ്ടെത്തുന്ന രാജ്യമാണ് റിപ്പബ്ലിക്. ഒരു രാജ്യത്തെ രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുക്കുന്നതിൽ ആ രാജ്യത്തെ ജനങ്ങളും പങ്കാളികളായാൽ ആ രാജ്യം അറിയപ്പെടുന്ന പേരാണ് റിപ്പബ്ലിക്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് അല്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നല്ലേ? ഓക്കെ, അപ്പൊ റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഫ്രാൻസ്. ഓക്കെ, അടുത്ത ആശയമാണ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫെർട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഏത് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. ഏത് വർഷം? 1789 1789. ഓക്കെ, അപ്പോൾ ഫ്രാൻസ് റിപ്പബ്ലിക്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി. ഓക്കെ, അടുത്തയാണ് USSR, റഷ്യ. പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ. 5 ഇയർ പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികൾ. അപ്പൊ നമുക്ക് ഒരുപാട് തവണ ചോദിച്ചു, ഏതു മാതൃകയിലാണ് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത്? അത് റഷ്യൻ മാതൃകയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, എത്ര മൗലിക കർത്തവ്യങ്ങൾ? അത് 11 ഉണ്ട്. എത്ര മൗലിക അവകാശങ്ങൾ? അത് 6 ഉണ്ട്. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങൾ? അതും 6 ഉണ്ട്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6, മൗലിക അവകാശങ്ങൾ 6. ഓക്കെ, അങ്ങനെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ എത്ര എണ്ണം? അത് 11 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം നമ്മൾ കണ്ടെടുത്തത് അത് റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പറയേണ്ട അടുത്ത രാജ്യം, ഓക്കെ, അടുത്ത രാജ്യമാണ് സ്വീഡൻ. സ്വീഡൻ എന്തൊക്കെ? സ്വീഡൻ ഓംബുഡ്സ്മാൻ. പക്ഷേ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും ഓംബുഡ്സ്മാനും ഒന്നും നമ്മളിവിടെ പറയുന്നില്ല, ഭരണഘടന പറയുന്നില്ല. നമ്മുടെ രാജ്യം കടമെടുത്ത ആശയം എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൂടെ നമ്മൾ ആഡ് ചെയ്ത ആശയങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വീഡൻ ഓംബുഡ്സ്മാൻ. അപ്പം നമ്മൾ ഈ സ്വീഡിഷ് മാതൃകയിലാണ് ഓംബുഡ്സ്മാൻ എന്ന ആശയം നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓംബുഡ്സ്മാൻ എന്നൊരു സ്വീഡിഷ് പദമാണ്. ടു റെപ്രസെന്റ് അനദർ പേഴ്സൺ എന്നാണ് ഈ വാക്കിനർത്ഥം. ടു റെപ്രസെന്റ് അനദർ പേഴ്സൺ, മറ്റൊരു വ്യക്തിയെ പ്രദാനം ചെയ്യുക എന്നാണ് ഈ വാക്കിനർത്ഥം.
ഈ ഓംബുഡ്സ്മാൻ നടപ്പിലാക്കുക ലോകത്തെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. അത് 1809 ഓംബുഡ്സ്മാൻ നടപ്പിലാക്കുന്ന ലോകത്തെ ആദ്യ രാജ്യം ഏത്? സ്വീഡൻ. ഏത് വർഷം? 1809. അങ്ങനെയെങ്കിൽ ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന പേര് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ലോക്പാൽ. അറിയപ്പെടുന്ന പേര് ലോക്പാൽ എന്നാണ്. നമുക്ക് ദേശീയ തലത്തിൽ ഓംബുഡ്സ്മാൻ എന്ന ഒരു രാജ്യമൊട്ടാകെ ഓംബുഡ്സ്മാൻ എന്നൊരു അതോറിറ്റിയില്ല. നമുക്ക് ഓരോ സെക്ടർ കേന്ദ്രീകരിച്ച് ഓംബുഡ്സ്മാൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് ഓംബുഡ്സ്മാൻ, ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ, ലോക്കൽ സെൽ ഗവൺമെൻറ് ഓംബുഡ്സ്മാൻ, ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ഒക്കെ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ഈ സ്ഥാപനം അറിയപ്പെടുന്ന പേരാണ് ലോക്പാൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. വിവരാവകാശ നിയമം. ഓക്കെ, അപ്പം വിവരാവകാശ നിയമം ഓംബുഡ്സ്മാനും നമ്മൾ കടമെടുത്ത് സ്വീഡൻ. വിവരാവകാശ നിയമം ആയിക്കോട്ടെ, ഓംബുഡ്സ്മാൻ ആയിക്കോട്ടെ, നമ്മൾ എവിടെ കടമെടുത്തു? അത് സ്വീഡൻ. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമാണ് സ്വീഡൻ. 1766 വിവരാവകാശ നിയമം സ്വീഡനിൽ നടപ്പിലായത്. അപ്പം ഓംബുഡ്സ്മാനും വിവരാവകാശ നിയമമായിക്കോട്ടെ രണ്ട് എവിടെ കടമെടുത്തു? സ്വീഡൻ. നെക്സ്റ്റ് ജർമ്മനിയാണ് നമ്മൾ പറയുന്നത് എമർജൻസി. അപ്പം നമ്മൾ മുൻപേ ഒരു എമർജൻസി നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഇവിടെ? മുമ്പേ ഒരു എമർജൻസി നമ്മൾ പറഞ്ഞു. അതെവിടെ പറഞ്ഞു? അത് നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എമർജൻസി, അടിയന്തരാവസ്ഥ. ഇവിടെ നമ്മൾ പറഞ്ഞു എമർജൻസിയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളൊരു വാക്ക് കൂടി ചേർത്ത്. മീൻസ് അതിൻ്റെ കൂടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ വരുന്നുണ്ട്. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി പീരീഡ്. അതായത് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്നാണ് നമ്മൾ കറക്റ്റായിട്ടും ജർമ്മനിൽ നമ്മൾ എടുത്തത്. പിന്നീട് നമുക്ക് മത്സര പരീക്ഷകൾക്ക് ഈ അടിയന്തരാവസ്ഥ എമർജൻസി തന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊടുക്കുന്നത് വളരെ കുറവാണ്, അപൂർവമായിട്ട് മാത്രമാണ്. ഓക്കെ, കൂടുതൽ തവണ നമ്മൾ കൊടുത്തത് ജർമ്മനിയാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇല്ല എങ്കിൽ ഈ എമർജൻസി മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ജർമ്മനി എടുക്കാം. ഓക്കെ, കാരണം കൂടുതലും നമ്മൾ കേരള PSC ഉൾപ്പെടെയുള്ള എക്സാമുകൾക്ക് ജർമ്മനിയാണ് കൊടുക്കാറുള്ളത്. കറക്റ്റ് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ എന്ന ആശയം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്ന ആശയം നമ്മൾ കടമെടുത്തത് അത് ജർമ്മനിയിൽ നിന്നുമാണ്. അപ്പം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് അടിയന്തരാവസ്ഥ മൗലികാവകാശം റദ്ദു ചെയ്യപ്പെടുന്നു. ജർമ്മനി സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി പീരിയഡ്. ഓക്കെ, നെക്സ്റ്റ് ജപ്പാൻ പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അപ്പം നിയമവാഴ്ച എവിടെ നിന്നാണ്? അത് ബ്രിട്ടൻ. നിയമവാഴ്ച ബ്രിട്ടൻ. ഓക്കെ, നിയമനിർമ്മാണം ബ്രിട്ടൻ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ എന്ന് ചോദിച്ചാൽ ജപ്പാൻ. പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആശയം നമ്മൾ കടമെടുത്തത് ഇവിടുന്ന് അത് ജപ്പാനിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയുമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അവസാനമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതൊക്കെയാണ്? PSC, എമർജൻസി, ഓഫീസ് ഓഫ് ഗവർണർ, ഫെഡറൽ കോർട്ട്, ജുഡീഷ്യറി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അമേരിക്ക, ആമുഖം, മൗലികാവകാശം, സുപ്രീം കോടതി, ഇംപീച്ച്മെൻറ്റ്, രാജ്യസഭ, ജുഡീഷ്യൽ റിവ്യൂ, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഓക്കെ, അതുകൂടാതെ പ്രസിഡന്റ്, റിമൂവൽ ഓഫ് ജഡ്ജസ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ബ്രിട്ടൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് 3 സിസ്റ്റങ്ങൾ. ഏതൊക്കെയാണ് 3 പാർലമെൻ്ററി, ബൈക്യാമറൽ, അതുപോലെ തന്നെ ക്യാബിനറ്റ്. പിന്നീട് പ്രൈം മിനിസ്റ്റർ, എലക്ഷൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, AG, CAG, റിട്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, അതുപോലെ നോമിനൽ പവർ ഓഫ് പ്രസിഡന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് കാനഡയാണ്. കാനഡ ലിസ്റ്റ്, യൂണി ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഫെഡറൽ സിസ്റ്റം, റെസിഡറി പവേഴ്സ്, അതുപോലെ തന്നെ സുപ്രീം കോടതി അഡ്മിനിസ്ട്രേറ്റീവ് പ്രസിഡന്റ്, രാഷ്ട്രപതി ഉപദേശിക്കുന്നു, അപ്പോയിൻമെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഗവർണർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഓസ്ട്രേലിയയാണ്, കൺകറൻ ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. പിന്നീട് അയർലൻഡാണ്. അയർലൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ എലക്ഷൻ ഓഫ് പ്രസിഡന്റ്. അത് കഴിഞ്ഞാൽ നോമിനേറ്റഡ് ടു രാജ്യസഭ. ഓക്കെ, രാജ്യസഭകളെ നോമിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. എലക്റ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭകളെ എലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. പിന്നെ നമ്മൾ ഫ്രാൻസ് പറഞ്ഞു. ഫ്രാൻസ് എന്താ പറഞ്ഞേ? റിപ്പബ്ലിക്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. പിന്നെ നമ്മൾ റഷ്യ പറഞ്ഞു. റഷ്യ 5 പ്ലാൻസ്, 5 വത്സര പദ്ധതികൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും. പിന്നെ നമ്മൾ ജർമ്മനി പറഞ്ഞു. ജർമ്മനി നമ്മൾ എന്താ പറഞ്ഞത്? അത് എമർജൻസിയാണ്. കറക്റ്റ് പറഞ്ഞാൽ സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി പീരീഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ജപ്പാനാണ്.
പ്രൊസീജിയർ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, നിയമസ്ഥാപിതമായ വ്യവസ്ഥ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. തീർച്ചയായും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്ക് നിഷ്പ്രയാസം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ക്ലാസ് നമുക്ക് കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.